ആരാടാ പറഞ്ഞത് ഹൈദരാബാദിൽ ക്രിസ്മസ് ഇല്ലാന്ന്? ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. നമ്മളിന്ന് വന്നിട്ടുള്ളത് കുക്കറ്റ്പള്ളിയിലുള്ള നെക്സസ് മോളിലാണ് ഹൈദരാബാദിൽ. ഇവിടെ 60+ കൺട്രീസിൽ നിന്നുള്ള ഫുഡിൻ്റെ ഒരു ഗ്ലോബൽ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. നമ്മൾ വന്നപ്പോഴത്തേക്കും ഈ ചേച്ചി ഓൾറെഡി പരിപാടീസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു തീറ്റ മത്സരമാണ് നടക്കുന്നത്. പിന്നെ ഞാൻ ചെന്നാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ആ പരിസരത്തോട്ടേ പോകാൻ നിന്നില്ല. നമ്മളിവിടെ പോയാലും മെയിൻ ഫോട്ടോ ആണല്ലോ. അപ്പോൾ എവിടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ തെന്നിത്തിരിഞ്ഞ് നടന്നപ്പോഴാണ് ദേ നിൽക്കുന്ന ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പം ദാ കുറേ ഗെയിംസ് ഒക്കെ ഇരിക്കുന്നു. അതൊക്കെ എങ്ങനെയാണ് കളിക്കുന്നതെന്നും ആൾക്കാരൊക്കെ പൊട്ടി പാലീസായി നിൽക്കുന്നതും ഞാൻ കണ്ട് ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ ഇത് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് ചെന്ന് കയറി കൊടുത്തു. പിന്നെ പരാജയം നമുക്ക് പണ്ടേ ഒരു പുതിയ കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെയും പോയി തോറ്റു തുന്നം പാടി. ഫുഡ് സെക്ഷനിലോട്ട് ചെന്ന് കയറിയപ്പം ദേ തീയും പുകയും പറപ്പിച്ചുകൊണ്ടൊരു ടീംസ് നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പല വെറൈറ്റി ഫുഡ് കണ്ടു. മോമോസ് കണ്ടു, ഡോണറ്റ്സ് കണ്ടു, പിന്നെ എന്തോ ഡിഫറെൻറ്റ് ടൈപ്സ് ബർഗേഴ്സ് കണ്ടു. പിന്നെ കുറേ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 60+ ഗ്ലോബൽ വെറൈറ്റീസ് ഉണ്ടല്ലോ. പിന്നെ കുറേ ഡെസേർട്ട്സ് കണ്ടു. പിന്നെ പിസ്സയൊക്കെ ഉള്ള ഒരു ടൈപ്പ് സമൂസ കണ്ടു. പിന്നെ ബിരിയാണി കണ്ടു. നമ്മൾ അതിൽ നിന്ന് കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മിൽക്ക് ക്രീം കേക്കായിരുന്നു. അതും ഞാൻ ട്രൈ ചെയ്തു. പിന്നെ കുറേ DIY വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു. ഫേസ് പെയിൻറ്റിങ്, റെസിൻ ജ്വല്ലറി മേക്കിംഗ്, അങ്ങനെ പണ്ടേ കൂടപ്പുറപ്പായിട്ട് മടിയുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആ പരിസരത്തോട്ടൊന്നും പോകാനേ നിന്നില്ല. ഇവിടെ നിന്നിരുന്ന ചേട്ടൻ കുറേ കാരിക്കേച്ചർ വർക്കൊക്കെ ചെയ്യുന്നത് നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചു യൂണിക്കോൺ നോക്കിയിരിക്കുന്നുണ്ട്. എനിക്കും അത്രയും പ്രായമുള്ളൂ എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ കൂടെ പോയി ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം DJ ഉണ്ടായിരുന്നു, കൺസർട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നു.